8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ലോക തൊഴിലാളി വർഗം നടത്തിയ പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കുന്ന മെയ് ദിനം സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കായംകുളത്ത് ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് മെയ് ദിന റാലിയും സമ്മേളനവും നടന്നു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ലോക തൊഴിലാളി വർഗം നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് മെയ് ദിനം കായംകുളത്ത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത മെയ് ദിന റാലിയും സമ്മേളനവും നടത്തി. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരുവാൻ ഇടതുപക്ഷ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള മെയ് ദിന റാലിയായി അമേരിക്കയിലെ ചിക്കാഗോ തെരുവീതികളിൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഇടതുപക്ഷ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കായംകുളം പാർക്ക് മൈതാനിയിൽ നടന്ന മെയ് ദിന സമ്മേളനത്തിൽ ഷിജി അധ്യക്ഷനായി. KP മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. CITU ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ചിക്കാഗോയിലെ തെരുവീതികളിലാകമാനം തൊഴിലാളികളെ ശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് ഞങ്ങളുടെ ജോലി സമയം ഒന്ന് ക്രമപ്പെടുത്തുവാൻ തയ്യാറാകേണ്ടതുണ്ട്. തോന്നുന്നത് പോലെ ജോലി ചെയ്ത് എത്ര സമയം വേണം ജോലി ചെയ്ത് കൊടുക്കുക എന്നുള്ള സാഹചര്യമൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ജോലിയുടെ സമയത്തിനൊരു ക്രമപ്പെടുത്തൽ ആവശ്യമാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 8 മണിക്കൂറായിട്ട് ജോലി ഒന്ന് ക്രമപ്പെടുത്താൻ തയ്യാറാകണം. 8 മണിക്കൂർ ഞങ്ങൾക്ക് വിനോദത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാകേണ്ടതുണ്ട്. ഞങ്ങൾക്ക് വിശ്രമത്തിന് വേണ്ടി 8 മണിക്കൂർ വേണമെന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരപഥങ്ങളിലോട്ട് കടന്നു വന്നപ്പോൾ അന്നത്തെ സാമ്രാജ്യത്തെ മുതലാളി വർഗം ആ സമരത്തെ നേരിട്ടത് വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ആ വെടിയുണ്ടകൾ നെഞ്ചിലേറ്റുവാങ്ങി രക്തസാക്ഷിത്വം വരിച്ച ചിക്കാഗോ തെരുവീതികളിൽ രക്തം ചൊരിഞ്ഞ് രക്തസാക്ഷികളായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള രക്തസാക്ഷികൾ ആ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അതിലൂടെയൊക്കെ തന്നെ ഇവിടെ അടിച്ചമർത്തപ്പെടുമെന്ന് വ്യാമോഹിച്ചിട്ടുള്ള സാമ്രാജ്യത്തെ മുതലാളി ശക്തികളെ ആകമാൻ അസ്തപ്രജ്ഞരാക്കിക്കൊണ്ട് ആ രക്തസാക്ഷിത്വത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിവിധ ഭൂഖണ്ഡങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമൊക്കെ തൊഴിലാളികൾ സടകുടഞ്ഞെണീറ്റുകൊണ്ട് ജോലി സമയം ക്രമപ്പെടുത്തുവാൻ വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും അങ്ങനെ സാർവലൗകികമായിട്ട് തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ സമരമുന്നേറ്റം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ജോലി സമയത്തിനൊക്കെ തന്നെ ക്രമപ്പെടുത്തൽ പിൽക്കാലത്ത് ഉണ്ടായി എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ചിക്കാഗോയിലെ തൊഴിലാളികളെ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച തൊഴിലാളികളെ ഒരിക്കലും ലോകം മറക്കുകയും B. അബിൻ ഷാ, അഡ്വക്കേറ്റ് A. ജികുമാർ, G. ശ്രീനിവാസൻ, K. രഘുനാഥ്, റഹീം കൊപ്പാറ, SN, SK നസീർ, P. അരവിന്ദാക്ഷൻ, ഉണ്ണി ജയവാര്യത്ത്, A. പൂക്കുഞ്ഞ്, S. പ്രിയ, കേശവപ്രസാദ്, ബിനുകുമാർ, രാജീവ് T, യേശുദാസ്, P. ശശികല തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൗണിൽ നടന്ന പ്രകടനത്തിന് ട്രേഡ് യൂണിയൻ നേതാക്കൾ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.